ഗുഡ് മോർണിംഗ് ഓൾ. മിറാക്കിൾ മോർണിംഗ് ഷാവിന്റെ പുതിയൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെയാണല്ലോ. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിന്റെ ശക്തിയെ കുറിച്ച്, ഇന്നർ സോളിന്റെ അവേക്കനിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ മനസ്സിന്റെ ശക്തിയെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒടിപ്പിളല്ലേ? ഓക്കെ. എനിക്ക് ജുംസിയുടെ മോൻ കേൾക്കുമ്പോൾ കേൾക്കാത്ത പോലെ തോന്നുന്നു. ഓക്കെ. നമ്മുടെ മനസ്സിന്റെ ശക്തിയെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, മനസ്സിനൊരു പോരായ്മ കൂടിയുണ്ട്. നമ്മുടെ മനസ്സുണ്ടല്ലോ, നമ്മൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കും. എന്നിട്ട് നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് നയിച്ചുകൊണ്ടിരിക്കും. പ്രശസ്തനായ എഴുത്തുകാരൻ ഫ്രാൻസിസ് അലക്സാണ്ടർ ഒരു വാചകമുണ്ട്. ജീവിതയാത്രയിൽ ഇന്ന് എന്റെ മോനും മിറാക്കിൾ മോർണിംഗ് ട്രാവൽ അറ്റൻഡ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിൽ വരെ ഭയങ്കര ഫേമസ് ആയിരിക്കും. ഓക്കെ, സോറി. പ്രശസ്തനായ ഫ്രാൻസിസ് അലക്സാണ്ടറിന്റെ ഒരു വാചകമുണ്ട്. ജീവിതയാത്രയിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ആശയം മനസ്സ് ശരീരത്തെ ഭരിക്കുന്നു എന്നതാണ്. മനസ്സ് ശരീരത്തെ ഭരിക്കുന്നു എന്നതാണ്. ഇവിടെ മനസ്സ് ശരീരത്തെ ഭരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സ് പറയുന്നത് കേട്ട് ശരീരം പ്രവർത്തിക്കുന്നു എന്നല്ല. പക്ഷെ മനസ്സിന് ആരാ ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്? ആർക്കെങ്കിലൊക്കെ ഒന്ന് പറയാവോ? ബ്രെയിൻ. ഓക്കെ, ബ്രെയിൻ. പിന്നെ ഓക്കെ, ബ്രെയിനാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഞാൻ പറയും നമ്മുടെ ചുറ്റുപാടുകളാണ്. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മുടെ സൊസൈറ്റി, നമ്മൾ നിരന്തരം കാണുന്ന സംഭവങ്ങൾ, നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ശത്രുക്കൾ, മിത്രങ്ങൾ, നമ്മൾ എന്താണോ ഉള്ളിലോട്ട് കൊടുക്കുന്നത് അത് മാത്രമേ മനസ്സ് വിശ്വസിക്കുള്ളൂ. ഇപ്പോ ആരെങ്കിലും ഒരാൾ പറയാണ് നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഉടൻ തന്നെ നമ്മളെ കോൺഷ്യസ് മൈൻഡ് പറയും ശരിയാണ്, എന്നെ ഒന്നിനും പറ്റില്ല. പലപ്പോഴും നമ്മുടെ ഈ ഒരു നമ്മുടെ മനസ്സിന്റെ ഈ ഒരു അനുസരണശീലം നമുക്ക് പോലും ഉണ്ടാവാറില്ല. ബീഹാറിലെ ദശരഥ് മഞ്ചിയെ കുറിച്ച് ചിലപ്പോ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ദ മൗണ്ടൈൻ മാൻ എന്നറിയപ്പെടുന്ന ഒരു ദരിദ്രനായിരുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കലും ആക്സിഡന്റ് പറ്റി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു. അന്ന് ആ നാട്ടിൽ നിന്നും 55 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം അവിടുത്തെ പ്രധാന പട്ടണത്തിലോട്ടെത്താൻ. ഇതുപോലെ ഒരുപാട് പേര് ചികിത്സ കിട്ടാതെ പെടുന്നത് ശ്രദ്ധിച്ച ദശരഥ് മഞ്ചി അവിടുത്തെ പ്രധാന ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന മല തുറന്നൊരു പാത ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടറിഞ്ഞ എല്ലാവരും പറഞ്ഞു ഇവന് ഭ്രാന്താണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ദശരഥ് മഞ്ചി ഒന്നും കേട്ടില്ല. ഒറ്റയ്ക്ക് ഒരു ചുറ്റികയെ ഒളിയെടുത്ത് മല തുറക്കാൻ തുടങ്ങി. നീണ്ട 22 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 55 കിലോമീറ്റർ എന്ന ദൂരം വെറും 15 കിലോമീറ്റർ ആക്കി കുറച്ചു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളെ മനസ്സ്, നമ്മളെ ചുറ്റുപാടുകൾ പറയുന്നത് കേൾക്കുന്നത് പോലെ ദശരഥ് മഞ്ചിയും അവരുടെ ചുറ്റുപാടുകൾ കേട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇന്നും ആ നാട്ടിൽ ചികിത്സ കിട്ടാതെ ഒരുപാട് പേര് മരണപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ഇപ്പൊ ജീവിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ, ആരൊക്കെയോ പിന്നിൽ നിന്നും ചരട് കെട്ടി ആ ഭാരം കയറിക്കൊണ്ടുള്ള ജീവിതം, ആരൊക്കെയോ നിയന്ത്രിക്കുന്ന ജീവിതം. അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടെ വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഇവിടെ ദശരഥ് മഞ്ചി എന്താ ചെയ്തത്? ചുറ്റുപാടുകളെ വിശ്വസിക്കുന്ന നമ്മുടെ മനസ്സിനെ വിശ്വസിക്കാതെ സ്വന്തം ആത്മാവിനെ വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പ്രസിദ്ധമായ ഒരു ബുദ്ധിസ്റ്റ് കോട്ടുണ്ട്, ഓം മണി പത്മേഹം. സോറി, ബുദ്ധിസ്റ്റ് കോട്ടല്ല, ബുദ്ധിസ്റ്റ് മന്ത്രം. ഓം മണി പത്മേഹം. താമരയിലെ രത്നം എന്ന ഇതിന്റെ യഥാർത്ഥ മീനിങ്. ഇവിടെ താമരയെ നമ്മുടെ ഹൃദയമായിട്ടും രത്നത്തെ നമ്മുടെ ആത്മാവുമായിട്ടാണ് അവര്
കൺസിഡർ ചെയ്യുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് യഥാർത്ഥ രത്നം ചെളിക്കുണ്ടിൽ ഒളിഞ്ഞെടുക്കാന്നാ പറയാ. ആത്മാവാകുന്ന യഥാർത്ഥ രത്നം നമ്മുടെ ചുറ്റുപാടുകൾ എന്ന നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് എന്ന ചെളിക്കുണ്ടിൽ ഒളിഞ്ഞെടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് പറയണം, ഇപ്പൊ രാവിലെ നമ്മള് ഷൈൻസാന്റെ ക്ലാസ് നോക്കിയിട്ട് അവൈക്കനിങ് പ്രോസസ് കഴിഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്, നല്ല സമാധാനം. വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. പോയി ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ ഇങ്ങനെയല്ലേ, എനിക്ക് ചുറ്റും നെഗറ്റീവ്സ് അല്ലേ, ഞാൻ കിടക്കുന്നത് ഈ ചെളിയിലല്ലേ അല്ലേ? ഇതുപോലെ ആ താമരയും കൂടി ചിന്തിച്ചാലോ? ലോകത്തെ എല്ലാ മനുഷ്യരും നന്നായിട്ട് ഞാൻ നന്നാവാം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ലോകത്ത് നമ്മളെ മാത്രമേ നന്നാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചെളിയിൽ നിന്നും സ്വയം പരിശുദ്ധമായി താമര വിരിയുന്ന പോലെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശുദ്ധമാക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമ്മുടെ ആത്മാവിന് പ്രകാശിക്കാൻ പറ്റും. ഷൈൻസാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ 3 തവണ കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മനസ്സാകുന്ന തീനി പുറത്തോട്ട് വന്ന് ഇങ്ങനെ പറയും, യുവർ വിഷ് ഈസ് മൈ കമാൻഡ്. നിങ്ങളുടെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം. ഞാൻ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഷൈൻസാറിന്റെ ആ ഒരു മാജിക്കൽ വോയിസിന് വേണ്ടിയിട്ടാണ്, ആ ഒരു അവേക്കനിങ് പ്രോസസ്സിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാം. സോ ലെറ്റ്സ് വെൽക്കം ദ മിറാക്കിൾ മാൻ, ദ സോൾ മാസ്റ്റർ ഷൈൻസാർ. എല്ലാ മോർണിംഗ് സർ. മക്കൾക്കും സ്വാഗതം. വെൽക്കം 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 വെൽക്കം. ഓരോ ദിവസവും നമ്മുടെ സോൾ ട്രെയിനേഴ്സ് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊന്നും പ്ലാൻ ചെയ്തല്ല, പക്ഷെ ഓരോ ദിവസവും പറയാൻ പോകുന്നത് എന്താണ് എന്ന് അവർ ഏതോ ഒരു അത്ഭുത സിദ്ധിയിലൂടെ അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഇൻട്രോയാണ് പറഞ്ഞത്. എങ്ങനെയാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തുകയാണ്. സൂപ്പർ ഇൻട്രോ അർഷിന. എല്ലാവരും ഈ 10 ദിവസവും ഇൻട്രോ പറഞ്ഞ, 9 ദിവസം ഇൻട്രോ പറഞ്ഞു, ഒരു ദിവസം മാത്രം മിസ്സായി. ബാക്കി ദിവസങ്ങളിലെല്ലാം ഈ സോൾ മാസ്റ്റേഴ്സ്, ഈ സോൾ ട്രെയിനേഴ്സ് അവര് പറയുന്നത്, നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പറയുന്നത്. അതിന്റെ ഇൻട്രോയാണ് പറയുന്നത്. ഇന്ന് എത്ര ഭംഗിയായിട്ടാണ് അർഷീന ദശരഥ് മഞ്ചിയുടെ കഥയും അല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ള സോളിനെ അവേക്കൻ ചെയ്യണം. നിങ്ങളുടെ ആത്മാവ് പറഞ്ഞ് നിങ്ങൾ കേൾക്കണം. താങ്ക് യു താങ്ക് യു താങ്ക് യു. വെൽക്കം ഓൾ, വെൽക്കം ഓൾ, വെൽക്കം വെൽക്കം വെൽക്കം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡാണ് അല്ലെ? ഓരോ ദിവസവും നമ്മുടെ ഓരോ മൈൽ സ്റ്റോൺ ആണ്. ഓരോ ദിവസവും നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ ആണ്. ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പാണ്. സോ ഇന്നും 10ാമത്തെ ദിവസം വലിയൊരു സ്റ്റെപ്പാണ്. അതില് അർഷീന മാഡം പറഞ്ഞൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ലാസ്റ്റത്തെ ആ ഒരു വാചകം, അതായത് നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ആത്മാവിനെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ നിങ്ങൾ 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിളങ്ങാൻ തുടങ്ങും. അതിൽ നിന്നും ഒരു ജീനി പുറത്തു വരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, യുവർ വിഷ് ഈസ് മൈ കമാൻഡ്. നിങ്ങളുടെ ആഗ്രഹമാണ് എനിക്കുള്ള ആജ്ഞ. പിന്നെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ തുടങ്ങും. ആരോ ഫീഡ്ബാക്ക്, നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എനിക്കും കിട്ടും കേട്ടോ. ഇവര് കോച്ചുമാർ, ട്രെയിനേഴ്സ് എല്ലാരും നമുക്ക് അയക്കും ഗ്രൂപ്പുകളിലായിട്ട്. അപ്പം അയാൾ പറയാണ്, എനിക്കൊരു ലൈറ്റ് കാണുന്നുണ്ട്, ഇപ്പം ഒരു പ്രകാശം, ഒരു വഴി കാണിക്കുന്ന പ്രകാശം കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വഴി കാണിക്കുന്ന പ്രകാശം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇന്ന് അതിന്റെ രഹസ്യം നമ്മൾ വെളിപ്പെടുത്തുകയാണ്. ചെളിക്കുണ്ടിലെ താമരയാകാം. പരിപാടി കഴിഞ്ഞു കഴിയുമ്പോ നിങ്ങള് വീണ്ടും ആ ചെളിക്കുണ്ടിലേക്ക് പോവാണ്. താമരയൊക്കെ വിടർന്ന് ഇങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞ് നിങ്ങള് മടക്കി കെട്ടി പോകുമ്പോ വീണ്ടും മുങ്ങി പോവാണ് അതിനകത്തേട്ട്.
അപ്പൊ ആ രഹസ്യം അറിയാൻ എത്ര പേര് റെഡിയാണ്? എല്ലാരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, മുഴുവൻ ആളുകളും ആറിന്. ഈ 100 പേരായി, 100 പേരുടെയും 6 തന്നെ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യം എന്താണ്? ഇതിൽ വന്നിട്ടും ചില ആളുകൾക്കൊന്നും ഒന്നും ഫീൽ ചെയ്യാത്തത്, മിറാക്കിൾസ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. എല്ലാരും ടൈപ്പ് ചെയ്തിട്ട് ഫുൾ. കണ്ടോ എത്ര എത്ര സൂപ്പർ സോൾസ് ആണെന്ന് നോക്കിയേ, സൂപ്പർ സോൾസ്. ഈ സീക്രട്ട് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ജീവിതത്തിൽ പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല. അങ്ങനത്തെ ഒരു സീക്രട്ടാണ് ഈ 10ാം ദിവസം നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പാകത്തിനുള്ള, നിങ്ങളിത് വ്യക്തമായിട്ട് ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന സീക്രട്ട്. എന്താണ് നിങ്ങളുടെ ലൈഫിന്റെ സീക്രട്ട്? ജീവിത വിജയത്തിന്റെ രഹസ്യം എന്താണ്? എന്തായിരുന്നു ജീവിത വിജയത്തിന്റെ തടസ്സം? എന്റെ ശബ്ദം കേൾക്കുമ്പോഴും എന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും. അത് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ സമാധാനം പോകാൻ പാടില്ല. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കണം. അപ്പോഴേ നിങ്ങളൊരു സൂപ്പർ ആത്മാക്കളായി മാറുള്ളൂ. അതാണ് നമ്മുടെ ഉദ്ദേശം. ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം തന്നെ അതാണ്. നിങ്ങൾ എപ്പോഴും നല്ല ഹാപ്പിനെസ്സോടുകൂടി, നല്ല സന്തോഷത്തോടു കൂടി, മരണം വരെ എന്ന് ഞാൻ പറയൂല, കലാകാലം അനന്തമായ ജീവിതം, അനന്തമായ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ സന്തോഷം അനുഭവിക്കണം. അല്ലാതെ ഈ ഭൂമിയിൽ മാത്രം സന്തോഷം അനുഭവിച്ചിട്ട് കാര്യമില്ല. അനന്തമായ ജീവിതം, അനന്തമായ ആയുസ്, അനന്തമായ അന്ത്യമില്ലാത്ത ഒരു ജീവിതം. ശരീരം വിട്ടു പോകുമ്പോഴും സന്തോഷത്തോടുകൂടി പോകണം. അതിന്റെ രഹസ്യമാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ പേരല്ല, ഇപ്പോ നിങ്ങൾ ചെയ്യുന്ന ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ കച്ചവടക്കാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാനങ്ങളല്ല, നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ കഥയല്ല കേട്ടോ. നിങ്ങൾ ഇത്ര നാളും ജീവിച്ച നിങ്ങളുടെ ചരിത്രമല്ല, ഇന്നത്തെ നിങ്ങളുടെ ഒരു പ്ലാനും അല്ല, ഇന്നത്തെയോ നാളത്തെയോ നിങ്ങളുടെ ഒരു പ്ലാനും അല്ല. നോട്ട് യുവർ സ്റ്റോറി, നോട്ട് യുവർ പ്ലാൻസ്, യുവർ ബിനീറ്റ്സ്. എന്താണ് നിങ്ങളുടെ അസ്തിത്വം? യഥാർത്ഥ അസ്തിത്വം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾക്ക് തന്നെ കിട്ടൂത്. ആരാണ് നിങ്ങളെ നിരീക്ഷിക്കുന്നത്? ആരാണ് ഒരിക്കലും മാറ്റമില്ലാത്തത്? ആരാണ് നിങ്ങളെ കെയർ ചെയ്യുന്നത്? ഒരിക്കലും മാറാത്തത്, മാറ്റമില്ലാത്തത് എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കി. എല്ലാവരുടെയും മനസ്സിൽ കിട്ടും അത്. യെസ്, 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 യെസ്. സോൾ, സോൾ, ആത്മാവ്. ഞാൻ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളെയല്ല, നിങ്ങളുടെ നാമങ്ങളെയല്ല, നിങ്ങളുടെ പേരിനെയല്ല, നിങ്ങളുടെ സ്ഥാനങ്ങളെയല്ല, നിങ്ങളുടെ സോളിനെയാണ്, ആത്മാവിനെ. ഹൂ, അതിലേട്ടാണ് നിങ്ങളുടെ കണക്ടിവിറ്റി. ഹി, അല്ലാതെ ഞാനല്ല, ഞാൻ എന്ന ഭാവമല്ല. ഞാനെന്ന ഭാവം കൊണ്ട് ഒരു തരിയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പൂർണ്ണമായ മാധുര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. പൂർണ്ണമായ മാധുര്യം ഞാൻ കോച്ചുമാരോടും ചേർത്താണ് പറയുന്നത്, സോൾ ട്രെയിനേഴ്സിനോടും ചേർത്താണ് പറയുന്നത്. യെസ് റഷീദ് സർ, നിങ്ങൾ പൂർണ്ണമായ മാധുര്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സോൾ, യഥാർത്ഥ ആത്മാവ്,
നിങ്ങളെ കണ്ണടച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ആത്മാവുണ്ടല്ലോ, നിങ്ങൾ ആരാണ് എന്നുള്ള അസ്തിത്വം ബാക്കി എല്ലാത്തിനും ഇല്ലായ്മ ചെയ്യാം. ഞാൻ പറയാറുണ്ട്, ഒരാൾ ആക്സിഡന്റ് പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, കൈ പോകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം, കാല് പോകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം, തല തന്നെ നമ്മുടെ അറ്റു പോവും എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം, നമ്മൾ മരിച്ചുപോയി നമ്മളെ ചിതയിലെടുത്ത് വെച്ചേക്കുവാണെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം, കുഴിയിൽ കബറടക്കം ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അപ്പോഴൊക്കെ അപ്പുറം മാറി ഒരാൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. ആ ആളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതല്ലാതെ ഒരാള് നിങ്ങളുടെ ഉള്ളിൽ എപ്പ കയറിക്കൂടി? 2 വയസ്സ് 3 വയസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ കൂടെ ആ പുള്ളി ഉണ്ടായിരുന്നില്ല. 2 വയസ്സിൽ 3 വയസ്സിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഞാൻ കയറിക്കോളാം എന്ന് പറയൂല. നിങ്ങൾ അന്നേരം പറഞ്ഞിരുന്ന വേറെ വാക്കാ. എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ? 2 വയസ്സിൽ 3 വയസ്സില് നിങ്ങളോട് മോളെ അവിടെ കയറലേ, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയുമ്പോ ഇല്ല ഞാൻ ചെയ്യും എന്നല്ല നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? അന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന്? അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. പറയും ആള് പറയും, സമ്മതിക്കൂല. അച്ഛനും അമ്മയും ആര് പറഞ്ഞാലും സമ്മതിക്കൂല. 2 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടി, യെസ്, ദീപക് സാർ ഇന്നലത്തെ ഷീജ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞല്ലേ, കൊള്ളാം. സ്വന്തം പേര് പറയും. അവരെയാണ് ഞാൻ അഭിസംബോധന ചെയ്യണത്. അപ്പു തന്നെ ചെയ്യും, അക്കു തന്നെ ചെയ്യും, അമ്മു തന്നെ ചെയ്യും. അമ്മ ചെയ്യണ്ട, അമ്മു തന്നെ ചെയ്യും. മനസ്സിലാവണ്ടോ നിങ്ങക്ക്? അന്ന് നിങ്ങളുടെ ആത്മാവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, സോൾ, ദ പവർഫുൾ സോൾ. പക്ഷെ 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പതിയെ മാറാൻ തുടങ്ങി. 3 വയസ്സിന് ശേഷം അത് പറയൂല, ഞാൻ എന്ന് പറയൂല. ഞാൻ എന്ന ഭാവം രൂഢമൂലമായി തുടങ്ങുന്നത് ഒരു 3 വയസ്സ് 4 വയസ്സിലാണ്. 12 വയസ്സാകുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഞാനായിട്ട് മാറിയിട്ടുണ്ടാവും. ഞാനല്ല, ഞാൻ വേറെ എവിടെയോ വെളുത്ത് സുന്ദരനായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല നിങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടോ? നിങ്ങളെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ചുറ്റുപാട് കൊന്നുകളഞ്ഞു. നിങ്ങളുടെ യഥാർത്ഥ ആത്മാവിനെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നിങ്ങളെ വളർത്തിയ മാതാപിതാക്കൾക്കും ഒന്നും അറിയില്ല കേട്ടോ. അവരൊന്നും കുറ്റം പറയരുത്, അവർക്ക് അറിയില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. അതിനാണ് നിങ്ങൾ വീഡിയോ എല്ലാം ഓൺ ചെയ്തിരിക്കണം എന്ന് നൗഷിത്ത് പറഞ്ഞത്. ഈ കാര്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതാരും പറഞ്ഞു തരില്ല. ഒന്ന്, ഇത് പ്രവർത്തിക്കുകയുള്ളൂ. നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കും, നിങ്ങളിൽ മിറാക്കിൾ പ്രവർത്തിക്കും, എന്നിട്ട് അവർ പൈസ വാങ്ങും. നിങ്ങളവിടെ കൊണ്ടുവന്ന് ഇരുത്തും, നിങ്ങളെ പേടിപ്പിക്കും, നിങ്ങളെ ഭയപ്പെടുത്തും, നിങ്ങൾ ഇതാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് കുറെ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. പറഞ്ഞു തരൂല. ഇതെന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ കേൾക്കാൻ പറ്റൂല. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാവരും ഉറങ്ങിപ്പോയി. ഒന്നും കേൾക്കാൻ പറ്റിയില്ല അവർക്ക്. ഉറങ്ങിപ്പോയാൽ കേൾക്കാൻ പറ്റില്ല. ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത് നിദ്രയല്ല, ശ്രദ്ധിച്ചോളണം. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് നബി മദീനയിൽ പെട്ടെന്ന് ഒരു വൈകുന്നേര സമയത്ത് തന്റെ മിമ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ കയറുന്ന പ്രസംഗിക്കുന്ന പ്രസംഗപീഠം, അതിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇനി വരാനിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളെ കുറിച്ചും ഒരു പ്രസംഗം നടത്തി. പക്ഷെ എല്ലാവരും ഉറങ്ങിപ്പോയി. ഉറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങലല്ല, പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഉറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് അടഞ്ഞു പോകലാണ്, നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണ് അടഞ്ഞു പോകലാണ്. മഹാനായ യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് ഇനി വരാനിരിക്കുന്ന മുഴുവൻ കാലത്തെക്കുറിച്ചും ഇത് നടത്തി. മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. പക്ഷെ പലരും ഉറങ്ങിപ്പോയി. സോ
നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചിരിക്കുക. 3 വയസ്സിൽ മുതലാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ നഷ്ടപ്പെടുന്നത്, നിങ്ങൾ മരിക്കുന്നത്. യഥാർത്ഥ നിങ്ങൾ, അതായത് നിങ്ങളുടെ ആത്മാവിനെ അവിടെ കൊല്ലുകയാണ്. 3 വയസ്സ് മുതൽ പലരും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യും. ചിലർ നമ്മളെ ഉപദ്രവിക്കും. ചിലർ പറയും മക്കളെ നിങ്ങൾ പുറത്തിറങ്ങരുത്. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം, രാത്രി പുറത്തിറങ്ങല്ലേ, നിങ്ങളെ പ്രേതം പിടിക്കും, കൊക്കാച്ചി പിടിക്കും, പിശാച് ഉപദ്രവിക്കും എന്ന് പറയും. മനസ്സിലാകണ്ടോ? അത് പറയുമ്പോ നിങ്ങൾ അവിടെ മരിക്കും. ഞാൻ ചെയ്യും എന്ന്, ഞാനല്ല, അക്കു ചെയ്യും, അപ്പു ചെയ്യും, അമ്മു ചെയ്യും, ഷൈൻ ചെയ്യും, മിഥുൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മള് നേരെ മാറും. നമ്മൾ പേടിച്ച് പുറകോട്ട് പോകും. നിങ്ങളുടെ സോള് പേടിച്ച് ഒരു കുട്ടിയായിട്ട് ഇപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുവാണ്. എന്നിട്ട് നമ്മുടെ മനസ്സ് മുന്നോട്ട് വരും. മനസ്സ് മുന്നോട്ട് വരുമ്പോ ഇവര് പറഞ്ഞു തന്ന മനസ്സാ എന്നാ പറഞ്ഞു തന്നാണ്, രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, പ്രേതം പിടിക്കും, കോക്കാച്ചി പിടിക്കും, പിശാച് പിടിക്കും. പിന്നെ നമുക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടിയായിരിക്കും. മനസ്സിലായോ? ധൈര്യമുള്ള നിങ്ങൾ അവിടെ മരിച്ചു. ധൈര്യമില്ലാത്ത വേറെ ആരോ, ഞാൻ അവിടെ രൂപം കൊണ്ടു. ഞാൻ ധൈര്യമില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്ത, എന്നാൽ പുറമെ ഞാനെന്ന ഭാവം നടിക്കുന്ന ഞാൻ, യഥാർത്ഥത്തിൽ ഭീരുവായ ഞാൻ. ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങളുടെ മനസ്സിലേക്ക്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഭീരുവാണ്. നിങ്ങൾ ഒറിജിനൽ ആത്മാവാണെങ്കിൽ ഭീരുത്വം നിങ്ങളുടെ മനസ്സിലുണ്ടാവൂല, ആത്മവിശ്വാസ കുറവ് നിങ്ങളുടെ മനസ്സിലുണ്ടാവൂല, ഒന്നിനെ കുറിച്ചും നിങ്ങൾക്ക് പ്രതീക്ഷയില്ലായ്മ ഉണ്ടാകില്ല. ഇനി മനസ്സിലാവാത്ത എത്ര പേരുണ്ട്? ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളാം, ഒരു പ്രാവശ്യം കൂടി ഞാൻ വിശദീകരിക്കും. ആയിഷ മാം, ജാസ്മിൻ മാം, നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? മനസ്സിലായോ? യെസ്. യഥാർത്ഥ നിങ്ങൾ ആ 3 വയസ്സിൽ മുതൽ ആ പ്രായത്തിൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നിങ്ങളെ കൊന്നുകളഞ്ഞു. യഥാർത്ഥ നിങ്ങളാകുന്ന ധൈര്യമുള്ള, ശക്തിയുള്ള, ആത്മവിശ്വാസമുള്ള, എന്തിനേയും നേരിടാൻ കഴിവുള്ള, പരമാത്മാവുമായി കണക്ഷനുള്ള, ഈശ്വരനുമായി കണക്ഷനുള്ള, എന്തും ചെയ്യാൻ ശേഷിയുള്ള ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എന്തും ചെയ്യാൻ ശേഷിയുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള, അർഷീന പറഞ്ഞില്ലേ, ചുറ്റുപാടുകൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, കൂടെ കൂടിയവരെല്ലാം ചേർന്ന് കൊന്നു കളഞ്ഞു. എന്നിട്ട് അവിടെ വേറൊരാൾ രൂപം കൊണ്ടു. ആ ആളാണ് ഞാൻ. ഈ ഞാൻ എന്ന ഭാവം നിങ്ങൾ എവിടെ ഉപേക്ഷിക്കുന്നുവോ അവിടെ നിങ്ങൾക്ക് ഇതിന്റെ മാധുര്യം കിട്ടും. ഞാനെന്ന ഭാവം വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന തോട്ട് വേറൊന്നാണ്. ഞാനെന്ന ഭാവം നിങ്ങൾ വന്നു കഴിയുമ്പോൾ, ഞാനെന്ന ഭാവം ഈ 12 വയസ്സിനുള്ളിലാണ് ഉണ്ടായി വരുന്നത്. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് പേടി മനസ്സിൽ വരുന്നത്. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് ആത്മവിശ്വാസക്കുറവ് മനസ്സിൽ വരുന്നത്. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് അതിനെ മറക്കാൻ വേണ്ടിയിട്ട്, ഈ ആത്മവിശ്വാസക്കുറവിനെ മറക്കാൻ വേണ്ടിയിട്ട് അഹങ്കാരം മുന്നിലേക്ക് വരുന്നത്. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് മറ്റുള്ള ആളുകൾ പറയുന്നതിനെ അസൂയയോടുകൂടി പരദൂഷണം പറയാൻ തുടങ്ങുന്നത്. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും അസ്തമിച്ചു പോകുന്നത്. ഞാനെന്ന ഭാവം വരുമ്പോഴാണ് നിങ്ങള് ആ പരമാത്മാവുമായി, ഈശ്വരനുമായി, ദൈവവുമായുള്ള കണക്ടിവിറ്റി വിട്ടുകളയുന്നത്. ആ ഞാനെന്ന ഭാവം, ആ ഈഗോ, ഇപ്പോഴുള്ള ഞാൻ നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത് മനസ്സിൽ കയറി കൂടിയതല്ല, മനസ്സിലായിട്ട് നിങ്ങൾ കയറ്റി നിങ്ങളെ പലരും കൂടി ചേർത്ത് വച്ചതാണ്. നിങ്ങൾ തുടർച്ചയായി ഇത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, എന്താണെന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മനസ്സിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. മനസ്സല്ലാതെ അത് നിങ്ങളല്ല. യഥാർത്ഥ നിങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വിട്ടകന്നിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ദൈവം വേറെ എവിടെയോ ഇരിക്കുകയാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. എപ്പോഴും ഈശ്വരൻ, പരമാത്മാവ്, അള്ളാഹു ഒക്കെ വേറെ എവിടെയാണ്. നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന അങ്ങനെയാ അല്ലെ? 7 ആകാശത്തിനപ്പുറത്ത്, ആകാശപാളികൾക്കപ്പുറേ ദേവന്മാരും
എല്ലാം ഉള്ളതിന്റെ അപ്പുറത്ത് അവരൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പരമാത്മാവ്, ഈശ്വരൻ, ബ്രഹ്മം എവിടെയോ അങ്ങകലെ, ഒരുപാട് ദൂരെ, അല്ലേ? അതാരാ പറയണത്? അതാരാണ് പറയുന്നത്? എന്ന സിനിമയിലെ പാട്ട് അല്ലേ? നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കന്നു പാതിമെയ്യായ പിതാവിനോ പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ. ആ പാട്ടല്ലേ മാഡം സിന്ധു പ്രസാദ്? എല്ലാ പാട്ടും ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോ ഈശ്വരൻ, ദൈവം, അള്ളാഹു, ആ ശക്തി വേറെ എവിടെയോ ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വേറെ എവിടെയോ, വേറെ ഏതോ ഒരു സ്ഥലത്ത്, ഏതോ ദൂരെ. ഇതാരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? മ്യൂട്ടാണോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റൂലേ? ചെറുപ്പത്തിൽ സാറ് പറഞ്ഞ പോലെയായിരുന്നു ദൈവം കൂടെ ഉണ്ടെന്ന്. അതിനുശേഷം നമുക്ക് ഈ വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോഴാണ് ദൈവം ദൂരേട്ട് പോണത്. യെസ് സർ. ദൈവം ദൂരേട്ട് പോണത് അങ്ങനെയാ. എല്ലാരും പറഞ്ഞു തരുവാണ് നിങ്ങളോട്. ദൈവം എവിടെയോ. സോറി, ആ പാട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഓ, താങ്ക് യു. അപ്പൊ നിങ്ങള് വരുന്നത് തന്നെ, നിങ്ങൾ ഈ ഭൂമിയിലായിട്ട് നിങ്ങൾ പിറവി കൊള്ളുന്നത് നിങ്ങളുടെ ഒരു 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 ശരീരം മാത്രമാണ്. നിങ്ങളുടെ പ്രസവത്തിലൂടെ നിങ്ങൾ പുറത്ത് വരുന്നത്, നമ്മൾ കുട്ടിയായി പുറത്തു വരുന്നത് നമ്മുടെ ശരീരമാണ്. അതിന്റെ ഒപ്പം ആത്മാവ് എപ്പോഴോ വന്നിട്ടുണ്ട്. ആത്മാവ് അതിനു മുമ്പേ ഉണ്ട്. ആത്മാവാണ് വന്നത്. ഇനിയും അനന്തമായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. വന്നത് എവിടുന്ന? പരമാത്മാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ഈശ്വരൻ നിന്നല്ലേ വന്നത്. എന്നാലേ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ, അല്ലേ? എവിടെ നിന്നാണോ വന്നത് അവിടെ ഇട്ട് തിരിച്ചു പോകും. ആ ഈശ്വരൻ അപ്പൊ തൊട്ടടുത്തുണ്ട്. അല്ലാതെ എങ്ങനെയാ വരാൻ പറ്റുക? എന്നിട്ട് നമ്മളോട് പറഞ്ഞു വെച്ചേക്കാണ് ദൂരം എവിടുന്നോ ആണ്, എവിടെയോ ദൂരന്നാണ്. നമ്മള് സമാധാനവും സന്തോഷവും ദൈവത്തെയും അന്വേഷിച്ച് ലോകം മുഴുവൻ അലയുകയാണ്, അല്ലെ? ലോകം മുഴുവൻ അലയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലായിക്കൊള്ളാം. ഇന്ന് ഇവിടെ വച്ച് നിങ്ങൾ ആ ഞാനെന്ന ഭാവം വെടിഞ്ഞു നോക്ക്. ഞാൻ എന്തോ ആണ്. ആരോ ചോദിച്ചില്ലേ എളുപ്പം എങ്ങനെ കളയാൻ സാധിക്കുമെന്ന്? ആരാ ചോദിച്ചത്? ജാസ്മിൻ മാം. എങ്ങനെയാണ് മനസ്സിൽ കടന്നുകൂടിയ ഈ സാധനങ്ങളെ എളുപ്പം കളയാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തോ ആണ് എന്നുള്ള ഭാവം കളഞ്ഞാൽ മതി. അതിന്റെ കൂടെ മറ്റതെല്ലാം ഇറങ്ങിപ്പോക്കോളും. അല്ലെങ്കിൽ രാവിലെ മുതൽ നിങ്ങളെ പുലരി മുതൽ വൈകുന്നേരം വരെ ഈ മന്ത്രിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടുകളിൽ ഊതുന്നവരും മന്ത്രവാദം ചെയ്യുന്നവരും കൂടോത്രം ചെയ്യുന്നവർക്കും ഒക്കെ എന്തിന്? അതൊന്നും അല്ലാതെ നല്ലത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും നിങ്ങളെ ഭയപ്പെടുത്താൻ പറ്റും, നിങ്ങളുടെ ആത്മാവിനെ. ആ ഭയപ്പാട് എന്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല, ഇവിടെ വരുന്നവർക്ക് ഉണ്ടാവാൻ പാടില്ല, ഇവിടെ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാവാൻ പാടില്ല. പേടിപ്പിച്ച് ഭയപ്പെടുത്താൻ നോക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. പല രീതിയിൽ ഇനി ഇത് വരും പുറത്ത്. ഇവിടെ പങ്കെടുക്കുന്ന ഒരാൾക്ക് പോലും അതുണ്ടാവാൻ പാടില്ല. അതെങ്ങനെ കളയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങള് പൂർണ്ണമായി സറണ്ടർ ചെയ്യുക. ഞാനിവിടെ നിങ്ങളോട് സറണ്ടർ ചെയ്യൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈശ്വരന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ ഇതുവരെയുള്ള എല്ലാ ഭാവങ്ങളും ഒന്നും കഴിയില്ല, അതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഒന്നും കഴിയില്ല എന്നുള്ള തോന്നൽ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, ഞാൻ ഒന്നിനും പോകുന്നവനല്ല, ഇതെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾ സറണ്ടർ ചെയ്യുക, കംപ്ലീറ്റ്ലി സമർപ്പിക്കുക. ഞാൻ പറയുമ്പോൾ നിങ്ങൾ സമർപ്പിക്കുന്നില്ല,
നിങ്ങളുടെ മനസ്സിൽ അപ്പോഴും പിടിച്ചു വെക്കുവാണ്. ഇത് നടക്കുമോ? വേറെ എന്തെങ്കിലും തോന്നലുകൾ, എന്തെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങൾ. എനിക്കറിയാം ഇതില് വളരെ സജീവമായി പങ്കെടുക്കുന്ന ചിലർക്ക് പോലും ആ യഥാർത്ഥമായ ഒരു ആനന്ദം കിട്ടാത്തത് നിങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും സമർപ്പിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അത് ഒരു ദിവസം കൊണ്ടല്ല, കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. എങ്ങനെ പൂർണ്ണമായും സമർപ്പിക്കണം എന്ന് അറിയില്ല. എങ്ങനെയാണ് പൂർണ്ണമായും സമർപ്പിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് അറിയില്ല. പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം, ദേഷ്യം, അസൂയ, സംശയങ്ങൾ, ഇതെല്ലാം അവിടെ വെക്കണം. എല്ലാം. ഒരു ട്രാൻസ്ഫോമറിൽ പോയിട്ട് നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഷോക്ക് അടിച്ച് കരിഞ്ഞു പോകും അല്ലെ? ആ കരിഞ്ഞു പോവാതെ വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. 11 kV വോൾട്ട് നേരിട്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ ബൾബും എല്ലാം അടിച്ചു പോകൂലേ? വെളിച്ചവും കാണാൻ പറ്റൂല, ജ്യോതിയും കാണാൻ പറ്റൂല, ഒന്നും കാണാൻ പറ്റൂല, അടിച്ചു പോവും. മഹാനായ മോശ പ്രവാചകൻ മൂസ ദൈവത്തിനെ കാണാൻ പോയൊരു കഥയുണ്ട് തൂരിസീന പർവ്വതത്തിൽ അല്ലെ? അപ്രകാശം കണ്ടതും ആള് ബോധം കെട്ട് വീണുപോയി. ആര്? പ്രവാചകനായിരുന്നു എന്ന് വിചാരിക്കണം. അപ്പൊ ഒറ്റയടിക്ക് പ്രകാശം അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കരിഞ്ഞു പോവും, കത്തിപ്പോവും അല്ലേ? കാരണം നമ്മൾ അതിനെ ലൈറ്റായിട്ട് കുറേശ്ശെയാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനിലേട്ട്, ദൈവത്തിലേട്ട്, പരമാത്മാവിലേട്ട്, ബ്രഹ്മത്തിലേട്ട് സകലതും സമർപ്പിക്കണം. സകലതും. നിങ്ങൾ അവിടെ അടിയറവ് പറയണം. അവിടെ സറണ്ടർ, ഒറിജിനൽ സറണ്ടർ, അടിയറവ് പറയുക. നമ്മൾ അടിയറവ് പറഞ്ഞ എങ്ങനെയാന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ അതങ്ങ് വിടുക. പൂർണ്ണമായിട്ടും ഞാനൊന്നുമല്ല. ഞാൻ ആ പരമാത്മാവിലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ആത്മാവാണ്, ഒരു സോളാണ്. വേറെ ഒന്നുമല്ല. ഈ ഭൂമിയിൽ നേടിയതൊന്നുമല്ല. നിങ്ങളുടെ സ്ഥാനമാനങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ഏജ് ഒന്നുമല്ല, വയസ്സ് ഒന്നുമല്ല. ഗുഡ് മോർണിംഗ്. ഒന്നുമല്ല. അവിടെയാണ് നിങ്ങൾ ചെറുതെന്ന വിശ്വാസം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ചെറുതല്ല അവിടെ സത്യത്തിൽ നിങ്ങൾ ചെറുതാവുമല്ല. നിങ്ങളുടെ വിശ്വാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതെല്ലാം അടിയറവ് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതെല്ലാം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുതാവുക എന്നാണ്. ചെറുതാവുമല്ല. നിങ്ങൾ എവിടെയാണ് സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരിക്കൽ ഇതുപോലൊരു ഗുരുനാഥൻ, വലിയ കഴിവുള്ളൊരു ഗുരുനാഥൻ, ശ്രദ്ധിച്ചിരിക്കണം. ആരും എക്സിറ്റ് ആയി പോകരുത്. പോയാൽ ഇതിന്റെ മാധുര്യം നിങ്ങൾക്ക് കിട്ടൂല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇടയ്ക്കായിരിക്കും ഒരു കഥ വന്നത്. കഥ അതിനോട് യോജിക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു വലിയ ഗുരുനാഥൻ, ഒരു സന്യാസി വര്യൻ, കുറെ ഭയങ്കര സിദ്ധിയിലും ഭയങ്കര കഴിവുള്ള ഒരാള്. അദ്ദേഹം ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിലുള്ള ചെറിയ അവിടുത്തെ ഒരു കവല അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയാവുന്ന സ്ഥലത്ത് വന്നിങ്ങനെ താമസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ വേണ്ടി രാവിലെയും ഒക്കെ വരും. അപ്പൊ എന്നെ പോലെ ഭക്ഷണം കഴിക്കാനൊന്നും ഉള്ള കഴിവ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സമ്പത്തുള്ള ഒരു ഗുരു അല്ല. ഗുരുക്കന്മാര് പല രീതിയിലുണ്ട്. ഭക്ഷണം കഴിക്കാനും കൊടുക്കാനും കഴിവുള്ളവരുണ്ട്. ചിലർക്ക് ഒന്നിനും കഴിവുണ്ടാവില്ല. അതൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കൂല. അപ്പൊ ആരെങ്കിലും തരുന്നത് വാങ്ങിയായിരിക്കും കഴിക്കുക. ശിഷ്യന്മാരോ കാണുന്ന ആളുകളൊക്കെ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ കൊടുക്കും, അത് വാങ്ങി കഴിക്കും. ഇപ്പൊ നാട്ടില് ഒരു ഡിസ്കഷൻ വന്നു. ഈ പുള്ളി ഒരു പണിക്കും പോവില്ല, പുള്ളി ഇങ്ങനെ ഉപദേശമൊക്കെ പറഞ്ഞിരിക്കുകയാണ്, ആളുകളുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിക്കുകയാണെന്ന് ചില മനുഷ്യർ പറയാൻ തുടങ്ങി. ഇത് ഒരു ആത്മാർത്ഥതയുള്ള, വളരെ സ്നേഹമുള്ള ഒരു ശിഷ്യന്റെ ചെവിയിലും കേട്ടു.
ആ ശിഷ്യൻ പോയി ഈ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഞങ്ങൾക്ക് ശിഷ്യന്മാർക്ക് വരെ ഒരു ചെറിയ നാണക്കേടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ചില ആൾക്കാര് നാട്ടിൽ ഈ പ്രശ്നം ഉണ്ടാക്കണ ഈ അസൂയയും പരദൂഷണി ഏഷണിയൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അതിൽ ചിലർ പറയുകയാണ്, നിങ്ങളുടെ ഗുരു എന്ന് പറയുന്ന ഗുരു ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് കുറെ ഭക്ഷണമൊക്കെ എവിടെന്നെങ്കിലും ഇത് ചെയ്യാൻ പാടില്ല, പണിയെടുത്ത് ജീവിക്കാൻ പാടില്ല. ഇത് പണിയെടുക്കണില്ല, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് മേടിച്ച് ജീവിക്കുകയാണ്, ശിഷ്യന്മാരെ പറ്റിച്ച് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, ഇനി ഗുരു ആരോടും ഒന്നും മേടിക്കണ്ട, ഇനി ആരുടെയും ഭക്ഷണം മേടിക്കണ്ട, പൈസ മേടിക്കണ്ട, ഒന്നും മേടിക്കണ്ട. ഗുരുനാഥൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ചില ഗുണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിത് നിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ, വേറെ ഒരിടത്തുനിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഞാൻ ഈ പറയുന്ന ഗുണങ്ങൾ നിനക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് നീ തന്നാ മതി ഇനി എനിക്ക് ഭക്ഷണം. അങ്ങനെ ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, അങ്ങ് പറയുന്ന എന്ത് ഗുണവും, എല്ലാ ഗുണവും എനിക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് പുറത്തുള്ള എല്ലാം നിർത്താം. ഉടനെ ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു, ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം. നിന്റെ ഖജനാവ്, നിന്റെ സമ്പത്ത് വെക്കുന്നത് ആ ഒരു പാത്രം ഒരിക്കലും തീരില്ല എന്ന് നീ എനിക്ക് ഉറപ്പ് തരണം. നിന്റെ സമ്പത്ത്, നിന്റെ ഖജനാവ് ഒരിക്കലും തീരില്ല എന്ന് നീ ഉറപ്പ് തരണം. രണ്ടാമത്, നിന്റെ സമ്പത്ത് ഒരിക്കലും മോഷ്ടിക്കാൻ കഴിയില്ല, ആർക്കും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് നീ ഉറപ്പ് തരണം. അതായത്, ഒന്ന്, നിന്റെ സമ്പത്ത് ഒരിക്കലും തീരൂല എന്ന് നീ ഉറപ്പ് തരണം. രണ്ട്, നിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് തരണം. മൂന്നാമതായിട്ട്, നിന്റെ സമ്പത്ത് മുഴുവൻ മോഷ്ടിക്കപ്പെട്ടു, എന്നാലും നീ എനിക്ക് ചെലവിന് തന്നെ, പക്ഷെ ഈ സമ്പത്തിൽ കുറെ അധികം മോഷ്ടിക്കപ്പെട്ടാലും നിനക്ക് ഒരു വിഷമം ഉണ്ടാവൂല എന്ന് നീ എനിക്ക് ഉറപ്പ് തന്നെ. അടുത്തത്, നീ എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കും, അപ്പൊ ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. നിനക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, കാരണം നീ എനിക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം എന്റെ നോക്കിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാന് നിനക്ക് തീർത്തും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അപ്പോഴും നീ എന്റെ ഭക്ഷണം നിർത്താൻ പാടില്ല. അപ്പോഴും ഞാൻ നിനക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ചെയ്യും. അപ്പോഴും നീ എന്റെ ഭക്ഷണം നിർത്താൻ പാടില്ല. അവസാനമായിട്ട്, അഞ്ചാമതായി, ഞാന് ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നീയും ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നെ. എന്നാൽ ഈ 5 കാര്യങ്ങൾ, ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം നീയും ജീവിക്കുമെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ ഭക്ഷണം. ഗുരുവേ, അത് ലോകത്ത് ആർക്കെങ്കിലും അങ്ങനെ ഉറപ്പ് വരാൻ കഴിയുമോ? അപ്പൊ ഗുരു പറഞ്ഞു, യെസ്, ഉറപ്പ് വരാൻ കഴിയും. ഒരിക്കലും അവന്റെ ഖജനാവ് തീരില്ല, ഒരിക്കലും അവന്റെ സ്വത്ത് മോഷ്ടിക്കപ്പെടുകയില്ല. അവൻ തന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, അവന് ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്താലും അവൻ തന്നുകൊണ്ടേയിരിക്കും. ഞാനിനിയിപ്പോ എന്റെ ഈ ഭൗതിക ശരീരം ഇവിടെ മരിച്ച് മണ്ണടിഞ്ഞു പോയാലും അപ്പോഴും എനിക്ക് ഭക്ഷണവും വെള്ളവും ശ്വാസവും സുഗന്ധവും ആഗ്രഹിക്കുന്നതെന്തും തന്നുകൊണ്ടിരിക്കും. ഞാൻ മരിച്ച് എന്റെ ശരീരം ഇവിടെ മണ്ണടിഞ്ഞു പോയാലും എനിക്കിതെല്ലാം അനന്തകാലം കിട്ടിക്കൊണ്ടിരിക്കും.